മക്കളെ, ജലം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണിത്. ഞാൻ അത്രയും നോക്കിയപ്പോൾ വരാനൊരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, നല്ല ചാൻസുള്ള ക്വസ്റ്റ്യനെ കണ്ടു. അത് നിങ്ങൾക്ക് വേണ്ടി വളരെ ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ധർമ്മം. ഞാൻ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ കടക്കുന്നു. എന്താ ക്വസ്റ്റ്യൻ കാര്യങ്ങൾ? എന്തുകൊണ്ടാണ് ജലകണങ്ങൾ അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് സ്ഫെറിക്കൽ ഷേപ്പിൽ കാണപ്പെടുന്നത്, സ്ഫെറിക്കൽ അല്ലെങ്കിൽ ഗോളാകൃതിയിൽ കാണുന്നത്? അല്ലെങ്കിൽ ചോദിക്കാം, എന്തുകൊണ്ട് മഴത്തുള്ളി ഗോളാകൃതി പ്രാപിക്കുന്നു? ചതുരത്തിലോ വൃത്തത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ത്രികോണാകൃതിയിലോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, മഴത്തുള്ളി വീഴുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു ടേബിളിൻ്റെ മേലെ ഒരു തുള്ളി വെള്ളം ഇട്ടിച്ചാൽ അത് ഏകദേശം ഗോളം പോലെ, ഒരു ഫുട്ബോൾ പന്ത് പോലെ ആയിരിക്കും കാണപ്പെടുക, അല്ലാതെ ഒരു പിരമിഡ് പോലെയോ അതല്ലെങ്കിൽ ഒരു ക്യൂബ് പോലെയൊന്നും കാണപ്പെടുന്നില്ല. എന്തുകൊണ്ട് മക്കളെ, നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ആളിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ്. അയാളെ നിങ്ങൾ എന്ത് ചെയ്യണം, അറിയണം. അപ്പോൾ മക്കളെ, നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ ആ സർഫസിലുള്ള ആളുകൾ ഒരു വലിച്ചു കെട്ടിയ പാട പോലെ പ്രവർത്തിക്കും, അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ വരക്കാണ്. ഇതാണ് വാട്ടർ മോളിക്യൂൾസ് എന്നുണ്ടെങ്കിൽ, അല്ലേ, താഴത്തുള്ള ആളുകൾക്ക് എന്താണ്, 4 ഭാഗത്ത് നിന്നും അട്രാക്ഷൻ കിട്ടും. എന്നാൽ മുകളിൽ കാണുന്ന ലെയർ ഏതാ മക്കളെ, അല്ലേ? ഏതാ ലെയർ? ഈ ലെയറിൽ എന്താണ്, സൈഡിലേക്ക് മാത്രമുള്ള അട്രാക്ഷനെ കിട്ടുന്നുള്ളൂ, അല്ലേ? ഇയാൾക്കോ ഇവിടെ നിന്നൊക്കെ കിട്ടും, അല്ലേ? അപ്പോൾ നമുക്കറിയാം, മുകളിൽ കാണിച്ച ഈ ആളുകൾ എന്തുപോലെ പ്രവർത്തിക്കും? വലിച്ചു കെട്ടിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. ഈ സർഫസ് ടെൻഷന് പ്രത്യേകതയുണ്ട്. ഇയാൾ എന്ത് ചെയ്യും? മാക്സിമം സർഫസ് ഏരിയ കുറയ്ക്കാൻ ശ്രമിക്കും. ഓർത്തു വെക്കണേ, സർഫസ് ഏരിയ മാക്സിമം കുറയുന്ന ഷേപ്പിലേക്കാവാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, സാറേ ഏത് ഷേപ്പ് ആയാലാണ് മാക്സിമം സർഫസ് ഏരിയ കുറഞ്ഞ് കിട്ടുക? അതിൻ്റെ ആൻസറാണ് സ്ഫെറിക്കൽ ഷേപ്പ് എന്നുള്ളത്. നോക്കടാ, എന്താണ്? സർഫസ് ടെൻഷൻ ആക്ട്സ് ഇൻ സച്ച് എ വേ സോ ആസ് ടു റെഡ്യൂസ് ദ സർഫസ് ഏരിയ ഓഫ് എ ലിക്വിഡ്. ഒരു ലിക്വിഡിൻ്റെ സർഫസ് ഏരിയ മാക്സിമം കുറയ്ക്കുന്ന രീതിയിലായിരിക്കും ഇയാൾ പ്രവർത്തിക്കുക. ആര്? സർഫസ് ടെൻഷൻ. സോ റെഡ്യൂസ് ചെയ്യാനാണ് മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം. ഫോർ ദ ഡെഫിനിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ്, ഒരു മാസ് എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു മാസ്, നമ്മൾ മാസ് മാറ്റാതെ നോക്കുകയാണെങ്കിൽ ഒരു ഡെഫിനിറ്റ് മാസ് ആണെന്നുണ്ടെങ്കിൽ ഏതാണ്? സർഫസ് ഏരിയ മിനിമം ഫോർ സ്ഫെറിക്കൽ ഷേപ്പ്. ഇവിടെയാണ് നമ്മൾ പോയിൻ്റൈസ് ചെയ്തിട്ട് കറക്റ്റ് നോട്ട് ചെയ്തിട്ട് പറയേണ്ടത്. എക്സാമിന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട പോയിന്റ് ഇതാണ്. ദാറ്റ്സ് വൈ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. മലയാളികളെ ദേഷ്യപ്പെടേണ്ട, എന്തുണ്ട്, നിങ്ങൾക്കുള്ളതുണ്ട്. പ്രതലബലം ഒരു ദ്രാവകത്തിൻ്റെ പ്രതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1, കുറയ്ക്കുന്ന തരത്തിലാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് പ്രതലബലം എപ്പോഴാണ് വരിക? ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന്, മാസ് മാറരുത്, നിശ്ചിത മാസ് പദാർത്ഥമാണെങ്കിൽ അതിന് ഉപരിതലമായ പരപ്പളവ് അഥവാ സർഫസ് ഏരിയ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ്. അതിനാലാണ് ചെറിയ ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ കറക്റ്റ് ഓർത്ത് വെക്കുക. എക്സാമിന് ഇതന്നെ വരട്ടെ, ഇത് നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എഴുതാൻ പറ്റട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി ഗുഡ് ബൈ.